പേഴ്സണൽ ഫിനാൻസിനെ പറ്റി പറയുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ചെയ്തിരിക്കേണ്ട 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് നമ്മൾ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കുക. രണ്ടാമത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. മൂന്നാമത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ, നമുക്ക് മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, നമുക്ക് ഷെയർസ് ഡയറക്റ്റ് മേടിക്കാവുന്ന ഓപ്ഷൻ, കുറച്ചുകൂടിയൊക്കെ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് റിയൽ എസ്റ്റേറ്റും ഗോൾഡ്, സിൽവർ, കോപ്പർ, ഇപ്പോൾ എല്ലാം വളരെ പെർഫോമിംഗ് ആയിട്ടുള്ള കാലമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് ഇതിനകത്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ളത് ഒരു ടേം ഇൻഷുറൻസ് എടുക്കുക. ടേം ഇൻഷുറൻസിൽ നമ്മൾക്കറിയാം നമ്മുടെ ഒരു വാർഷിക വരുമാനത്തിൻ്റെ ഒരു 20 മടങ്ങ് കവറേജ് എടുത്ത് വെച്ചാൽ തന്നെ നമുക്ക് ഒരു നല്ലൊരു ടേം ഇൻഷുറൻസ് കവറേജ് ആയി. നമ്മളുടെ ലൈഫിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മളത് എടുത്തു വയ്ക്കുന്നത്. പിന്നെ വരുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഹെൽത്ത് ഇൻഷുറൻസ് നമ്മുടെ വാർഷിക വരുമാനത്തിന് തുല്യമായ തുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡബിൾ തുകയോ, ഏറ്റവും കുറഞ്ഞത് ഇന്നത്തെ കാലഘട്ടത്തിൽ മിനിമം ഒരു 10 ലക്ഷം രൂപ തൊട്ട്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഒരു 50 ലക്ഷം, 1 കോടി രൂപ വരെയുള്ള ഒരു സം ഇൻഷുർഡെങ്കിലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിടേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് രണ്ടും ചെയ്തതിന് ശേഷം മാത്രമാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി ചിന്തിക്കേണ്ട ഒരു ആവശ്യം തന്നെ ഉള്ളൂ. എന്നിട്ട് അതിന് ശേഷം നമുക്കൊരു SIP ആയിട്ടോ മന്ത്ലി ചെറിയൊരു എമൗണ്ട്, ഒരു 5000 10,000 നമ്മളുടെ സാലറിയുടെ ഒരു 10 തൊട്ട് 30% വരെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. മന്ത്ലി ഒരു SIP ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ലംസം എമൗണ്ട്സ് ഉണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിലോ നമുക്ക് പലതരം ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്ട്രുമെൻസിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ തന്നെ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എത്രയും വേഗം ലൈഫിൽ നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാനും സാധിക്കും.